Thank you. Glory be to the name of one triune God. Is my voice audible? Yes, sir. Yeah. Perfect. Okay, thank you. Hello, everyone. Once again, welcoming each and every MJOCSM member. We are yet again here in this blessed ministry of MJOCSM. The last two sessions, we were able to connect with many unique features of iconography. ഐക്കൺസിനെ കുറിച്ചും സീക്രട്ട് ആർട്ട്, ആത്മീയ കലകളെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഡിസ്കസ് ചെയ്യാനും സാധിച്ചു. അതിൽ ആദ്യമേ നമ്മൾ ആദിമസഭയിൽ എങ്ങനെയാണ് കലകൾ ഉണ്ടായി വന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. രണ്ടാമത്തെ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നമ്മുടെ സഭയിൽ, മലങ്കര സഭയിൽ എങ്ങനെയാണ് ഒരു ആത്മീയ കലകളുടെ അല്ലെങ്കിൽ സീക്രട്ട് ആർട്ടിന്റെ ചില ട്രേസസ് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മലങ്കര മ്യൂറൽസിനെ എക്സ്പ്ലോർ ചെയ്തു. മലങ്കര മ്യൂറൽസിനോടൊപ്പം തന്നെ പഴയ ചിത്രങ്ങളും പഴയ കുത്തുപണികളും തടിയിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളും നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് എല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായ വിഷയം ഇൻഡിജിനസ് ഐക്കണോഗ്രഫിയാണ്. ഇൻഡിജിനസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്നല്ല. ഇൻഡിജിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, ഇറ്റ് മീൻസ് തദ്ദേശീയമായിരിക്കുന്ന ഒരു ലോക്കൽ കോണ്ടെക്സ്റ്റിൽ. അതിപ്പം ഏത് കൺട്രിയിലാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അവിടുത്തെ ഒരു ഇൻഡിജിനസ് ട്രഡീഷൻസ് കാണും. അപ്പൊ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. This might be something very new for many of you, and I think this is my first session where I'm exclusively talking about indigenous iconography publicly. I do take sessions for a workshop, but publicly anganathe ആദ്യമായിട്ടാണ് എടുക്കുന്നത്. So I'm looking forward to many doubts, your queries. Okay, so what is indigenous iconography? All the Orthodox churches, all Eastern churches, not just Orthodox churches, Catholic oriented aayittulla Eastern churches, they all have their own iconographical tradition. അതിപ്പം ഗ്രീക്ക് സഭയായാലും കോപ്റ്റിക് സഭയായാലും സിറിയക് സഭയായാലും Ethiopians, they all have their own iconographical tradition. So if you visit a Coptic church, you will find Coptic icons over there. So when you visit an Ethiopian church, you will find Ethiopian icons over there. When you visit Russia, you will find Russian icons over there. When you visit Greece, or Greek Orthodox churches, you will find Greek icons over there. Even Armenian church have iconography. One of the Oriental churches, they also have their own iconography. So that is what we are going to explore today. So these are certain pictures, some pictures, some of you might have seen such pictures. They all are coming up within iconographical traditions. So what is meant by indigenous iconography? It refers to a creation of sacred art or icons incorporating local cultures. തദ്ദേശീയമായിരിക്കുന്ന കൾച്ചേഴ്സിനെയും ആർട്ടിസ്റ്റിക് എലിമെന്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകടമാക്കുന്നതായ ആത്മീയ കലകളാണ് ഇൻഡിജിനസ് ഐക്കണോഗ്രഫി. അത് എല്ലാ സഭകൾക്കും ഉള്ളതാണ്. അത് നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും. ഏത് ഓർത്തഡോക്സ് സഭ എടുത്താലും എല്ലാ ഓർത്തഡോക്സ് സഭകൾക്കും അവരുടേതായിട്ടുള്ള ഐക്കണോഗ്രാഫിക്കൽ ട്രഡീഷൻ ഉണ്ട്. അതൊന്നെങ്കിൽ ഈ അടുത്തിടയ്ക്ക് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ആദിമസഭ മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. There are certain characteristics that each indigenous iconography have, or these are those characteristics. First one is the cultural adaptation. എന്താണ് പ്രധാനമായിട്ട് വേണ്ടത്? എല്ലാ ഇൻഡിജിനസ് ഐക്കണോഗ്രഫിക്കും വേണ്ട കൾച്ചറൽ അഡാപ്റ്റേഷൻസ് ആണ്. അപ്പം ഈജിപ്തിലുള്ള ഓർത്തഡോക്സ് സഭയാണെങ്കിൽ അവിടെ ഒരു ഈജിപ്ഷ്യൻ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്ത് കാണും. ഗ്രീസിലുള്ളവർ ഗ്രീക്കോ റോമൻ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്ത് കാണും. റഷ്യയിലാണെങ്കിൽ അങ്ങനെ, എത്യോപ്യയിലാണെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ, that's the first characteristics. Then second is use of local material. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആദ്യത്തെ സെഷനിൽ കണ്ടതുപോലെ അവിടെ ഈ ചിത്രങ്ങളെല്ലാം ഭിത്തിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് കണ്ടത്. കാരണം ഈ
മരുഭൂമിയിലും അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ അവിടെ മരങ്ങളില്ല. അപ്പൊ അവൻ മോസ്റ്റ് ഓഫ് ദി പിക്ചേഴ്സ് വേ പെയിന്റഡ് ആസ് മ്യൂറൽ ഐക്കൺസ് ഓർ ചുവർ ചിത്രങ്ങൾ പോലെയാണ് ആ ഐക്കൺസിനെ എല്ലാം ഉണ്ടാക്കിയത്. അപ്പൊ ആ ലോക്കൽ മെറ്റീരിയൽ, അത് തടിയിലാണോ ഭിത്തിയിലാണോ അങ്ങനെയാണോ ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ലോക്കൽ ലാംഗ്വേജസ്. സോ ദേ one of the one of the key feature in order to distinguish icons and rest of the paintings is to see whether they have inscriptions. എല്ലാ ഐക്കൺസിലും ഇൻസ്ക്രിപ്ഷൻസ് കാണും. അത് ആ ലാംഗ്വേജിലായിരിക്കും. അത് ഏത് സ്ഥലത്താണോ വരച്ചിരിക്കുന്നത് ആ ലാംഗ്വേജിലായിരിക്കും ആ ഒരു ഇൻസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. സോ ഗ്രീക്ക് ഐക്കൺസ്, ബൈസന്റൈൻ ഐക്കൺസ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കാണാം കുറെ കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. The irony is we use such icon, we are not aware of what is written over there, because that is not our language. That's the simplest answer. That is not our language. പക്ഷേ അതെവിടെയാണ് വരുന്ന ലോക്കൽ ലാംഗ്വേജസ്. ദെൻ കംസ് ലോക്കൽ സിമ്പിൾസ്. എല്ലാ മതങ്ങൾക്കും എല്ലാ കമ്മ്യൂണിറ്റിക്കും എല്ലാ ഏൻഷ്യന്റ് സിവിലൈസേഷൻസിന് എല്ലാവർക്കും സിമ്പിൾസ് ഉണ്ട്. ഈ സിമ്പിൾസും അതിനകത്ത് കാണും. അഞ്ചാമത്തതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ലോക്കൽ സെയിൻസ് ആൻഡ് ലോക്കൽ ഈവെന്റ്സ്. ഇപ്പം പരിമല തിരുമേനിയുടെ ഐക്കൺ അല്ലെങ്കിൽ പരിമല തിരുമേനിയുടെ പടം നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും കാണുന്നത്, വെളി കാണത്തില്ല. ബിക്കോസ് ഹി ഈസ് എ സെയിന്റ്, ഈസ് വൺ ഓഫ് ആർ ലോക്കൽ സെയിന്റ്. ഓർ ആൽവാരിയസ് തിരുമേനിയായി, വട്ടശ്ശേരി തിരുമേനിയായി, അങ്ങനെ incorporation of local saints. So I want you all to remember all these 5 points because മുന്നോട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഹിയർ യു സീ 3 ഐക്കൺസ്, റൈറ്റ്? 3 ഐക്കൺസും ക്രിസ്തുവിന്റെ ഐക്കണാണ്. ക്രൈസ്റ്റിന്റെ ഐക്കൺസ് 3 ഐക്കൺസും. ഇത് ഓർത്തഡോക്സ് സഭകളിൽ തന്നെ ഉപയോഗിക്കുന്ന ഐക്കൺ. ഐ എം വെരി ഷുവർ ഈ എക്സ്ട്രീം റൈറ്റ് സൈഡിൽ കാണുന്ന ഐക്കൺ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. എന്നാൽ ബാക്കിയുള്ളത് നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ, നമ്മുടെ സിസ്റ്റർ ചർച്ചസിന്റെ ഐക്കൺസ് ആണ്. ഇത് കോപ്റ്റിക് സഭയുടെയും എത്യോപ്യൻ സഭയുടെയും ഇത് ഗ്രീക്ക് സഭയുടെയും. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഇത് അതിൽ കർത്താവ് ധരിച്ചിരിക്കുന്ന വസ്ത്രം, മുഖത്തിന്റെ കളർ, കണ്ണ്. ഇപ്പൊ ഇത്യോപ്യൻ ഐക്കണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ണ്, ഫേഷ്യൽ ഫീച്ചേഴ്സ് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ്, അല്ലെ? ഇൻസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാലും അവിടെ ഇൻസ്ക്രിപ്ഷൻസ് അവരുടെ ലാംഗ്വേജസ് ആണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഓർത്തഡോക്സ് സഭകൾക്കും ഇങ്ങനെ ഉണ്ട്. ഞാനിപ്പോ 3 മാത്രമാണ് ഈ സ്ലൈഡിൽ എടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം സംസാരിച്ചില്ലേ കൾച്ചറൽ അഡാപ്റ്റേഷൻ. കോപ്റ്റിക് ഐക്കനെ സംബന്ധിച്ച് അവരുടെ കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്താണ്? ഫെറോണിക് ഇൻഫ്ലുവൻസ് ആണ്. ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഇൻഫ്ലുവൻസ് ആണ്. അവരെങ്ങനെയാണോ ചിത്രങ്ങൾ ഉണ്ടാക്കിയത്, ഒരു 2D പെർസ്പെക്റ്റീവിലാണ് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്, ആ രീതിയിൽ തന്നെ അവർ ക്രിസ്ത്യൻ ഐക്കൺസും അവിടുത്തെ കോപ്റ്റിക് ക്രിസ്ത്യൻസ്, ബിക്കോസ് ബേസിക്കലി കോപ്റ്റിക് ക്രിസ്ത്യൻസ് ദേ കൺസിഡർ ഫെറോസ് ആസ് their ancestors. So they continue that tradition because that is their culture. Now, use of local material. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നാച്ചുറൽ പിഗ്മെന്റ്സ്, നമ്മൾ ചുവർ ചിത്രങ്ങൾ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇതെല്ലാം നാച്ചുറൽ കളേഴ്സ് ആണ്. ഈ മണ്ണിൽ നിന്നും ഇലയിൽ നിന്നും കിട്ടിയിരിക്കുന്നതായ കളേഴ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ സ്ലൈഡിൽ കാണുന്ന 2 ഐക്കൺസ്, വൺ ഇസ് എ കോപ്റ്റിക് ഐക്കൺ, അതിന്റെ ബേസ് പാപ്പിറസ് ഷീറ്റ്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ നോ പാപ്പിറസ് എവിടെയാണ് ഉണ്ടായത്, എവിടുന്നാണ് ഏറ്റവും കൂടുതൽ അത് ഉണ്ടായത്? ഈജിപ്തില്. സോ അവർ they are making their icons on papyrus sheet. Not all of them, but they do make icons on papyrus. രണ്ടാമത്തെ ഐക്കൺ ഒരു പാർച്ച്മെന്റ്, ഇത്യോപ്യൻ പാർച്ച്മെന്റ് ആണ്. അത് ബേസിക്കലി ഒരു ആനിമൽ സ്കിൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ലോക്കൽ മെറ്റീരിയൽസ് ആണ് അവർ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. തടി മാത്രമല്ല, അല്ലെങ്കിൽ ഭിത്തി മാത്രമല്ല, ലോക്കൽ മെറ്റീരിയൽസ്. സോ ദേ ആർ മേക്കിംഗ് their own indigenous they are having their own indigenous materials in order to write their icons. Now, use of local languages and liturgical languages. ഇപ്പം ആദ്യത്തെ ഐക്കണിൽ നിങ്ങൾ കാണാം കോപ്റ്റിക് ലാംഗ്വേജും ഉണ്ട്. ഓൾദോ ഈജിപ്തിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് അറബിക് ആണെങ്കിലും അവര് ഉപയോഗിക്കുന്നതായ ലിറ്ററേച്ചർ ലാംഗ്വേജ് കോപ്റ്റിക് ആണ്. അപ്പം കോപ്റ്റിക് എഴുതിയിട്ടുണ്ടായിരിക്കും. അറബിക്കും എഴുതാറുണ്ട്, പക്ഷെ മെയിൻലി കോപ്റ്റിക്. സിറിയക് ഐക്കണോഗ്രാഫിയിൽ നിങ്ങൾ നോക്കിക്കുക, സിറിയക് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അർമേനിയൻ ഐക്കൺസിന് അവിടെ ഒരു അർമേനിയൻ ലാംഗ്വേജ് ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഓർത്തഡോക്സ് സഭകൾ എല്ലാവരും അവരുടെ ലോക്കൽ ലാംഗ്വേജസും ലിറ്ററേച്ചർ ലാംഗ്വേജസും ഉപയോഗിക്കുന്നു. നൗ കംസ് ലോക്കൽ സിമ്പിൾസ്. ഇപ്പം ഈ പടം നമ്മൾ ആദ്യത്തെ സെഷനിൽ കണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാവോ ഇത് ഏത് സംഭവമാണെന്ന്? നോക്കട്ടെ, എല്ലാവർക്കും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
Mary Magdalene No, to, no, no. It's not. It's not Mary Magdalene. ഇത് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ കണ്ടതാണ്. The lady who was healed by touching Jesus' garments. എക്സാക്ട്ലി എക്സാക്ട്ലി, താങ്ക് യു. അപ്പം ഈ ഒരു പിക്ചർ ഞാൻ അന്ന് തന്നെ പറയാൻ വേണ്ടി ഇരുന്നതാണ്, അതുകൊണ്ടാണ് തേർഡ് സെഷനിലേക്ക് ഇത് മാറ്റിയത്. അന്ന് പറയാത്ത ഒരു കാര്യം ഞാൻ ഇപ്പം അതിനെ ഒന്ന് കാണിക്കാം. ഈ ക്രൈസ്റ്റിന്റെ വസ്ത്രത്തിൽ നിങ്ങളുടെ ഒരു 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 സ്ട്രിപ്പ്, ഒരു ബെൽറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ലൈൻ പോലെ അവിടെ കാണുന്നുണ്ടോ? ആ കാണുന്ന കാര്യം എന്താണ്? അത് എല്ലാ ഗ്രീക്ക് ഐക്കൺസിലും ഇത് കാണും. ഇപ്പം ഒരു ഗ്രീക്ക് ഐക്കൺ എടുക്കുവാണെങ്കിൽ അവിടെയും ഇത് കാണാൻ സാധിക്കും. അതെന്താണിത്? അത് ബേസിക്കലി ഗ്രീക്കോ റോമൻ കൾച്ചറിൽ രാജാവിന്റെ അടുത്തുനിന്ന് സന്ദേശമെടുത്ത് ജനങ്ങളിലേക്ക് ഒരു മെസ്സഞ്ചർ പോകുന്ന സമയത്ത് അവന് കൊടുത്തിരുന്നതായ ഒരു സ്ട്രിപ്പ് പോലത്തെ ഒരു സാധനമാണിത്. അപ്പൊ ജനങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ രാജാവിന്റെ അടുത്തുനിന്ന് വന്നവനാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗ്രീക്കോ റോമൻ കൾച്ചർ. അത് ക്രിസ്തുവിന് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? വൈ വൈ ദിസ് ഫീച്ചർ ഇസ് ബീൻ പ്ലേസ്ഡ് ഇൻ ദി ഐക്കൺസ് ഓഫ് ക്രൈസ്റ്റ്? വൈ? എന്തായിരിക്കും കാരണം? He is also giving the message of God. So he came from where? He came from heaven, right? സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് വന്ന് സുവിശേഷം അറിയിച്ചു എന്ന് മനസ്സിലാക്കാം. Even when you see the icons, you can search in Google, even when you see the icons of apostles, അപ്പോസിൽസിന്റെ ഐക്കൺസിലും ഈ ഒരു സിമ്പിൾ അവിടെ കാണാൻ സാധിക്കും. എന്നാൽ എന്റെ ചോദ്യം അതല്ല, ഇതൊരു ഗ്രീക്കോ റോമൻ കൾച്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കോപ്റ്റിക് ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കാണത്തില്ല. ബിക്കോസ് ഫോർ കോപ്റ്റ്സ് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ദെയർ കൾച്ചർ. So they're not using it. Neither Ethiopians or Armenians. So here comes the use of local symbols which are associated with their culture. They are using that. Okay. Then hand gestures. ഇത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതായ ഒരു ഭാഗമാണ് ഹാൻഡ് ജെസ്റ്റേഴ്സ്. ഗ്രീക്ക് ഐക്കൺസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഈ തരത്തിലായിരിക്കും ഹാൻഡ് ജെസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. കോപ്റ്റിക് ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനായിരിക്കും ചെയ്തിരിക്കുന്നത്. അതിനെല്ലാം അർത്ഥമുണ്ട്. അവരുടെ ലാംഗ്വേജസിന്റെയും അവരുടെ കൾച്ചറിന്റെയും അവരുടെ സിംബോളിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും അർത്ഥം അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്, ഈ നമ്മുടെ സഭയിലും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭകളിൽ അച്ഛന്മാർ ആശീർവാദം നൽകുമ്പോൾ, ഇപ്പം ഗ്രീക്ക് സഭയിൽ നോക്കുവാണെങ്കിൽ ആശീർവാദം നൽകുന്ന സമയത്ത് അവരിങ്ങനെയാണ് ആശീർവാദം നൽകുന്നത്. ഈ സിമ്പിൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ആശീർവാദം നൽകുന്നത്. അതിന്റെ ഒരു കാരണം, ദിസ് സിമ്പിൾ ആക്ച്വലി പിക്ചറൈസസ് ICXC, നമ്മൾ ഇംഗ്ലീഷിൽ ICXC പറയുന്നു, അയോറ്റ സിഗ്മ ചി സിഗ്മ, അതായത് ഈസുസ് ക്രിസ്തുസ് എന്ന് പറയുന്നതായ പേരിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പൊ അനുഗ്രഹിക്കുമ്പോൾ വി ആർ ബ്ലെസ്സിങ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. പക്ഷേ കോപ്റ്റിക് സഭയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദിസ് വൺ ഫിംഗർ, ദേ ഓൺലി വാണ്ട് ടു ടോക്ക് അബൌട്ട് ദി വൺ കമ്പോസിറ്റ് നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. ദ ഫോർമുല യൂസ് ബൈ സെയിന്റ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ. അതൊരു തിയോളജിക്കൽ ടേം ആണ്. ക്രിസ്തുവിന് വൺ കമ്പോസിറ്റ് നേച്ചർ ആയിരുന്നു എന്ന് പറയാനുള്ള ഒരു സ്ട്രിക്ട്നെസ് ആണ് കോപ്റ്റിക് ഐക്കൺസിൽ ഇത് കൊണ്ടുവരുന്നത്. പഴയ കോപ്റ്റിക് ഐക്കൺസിന് ഇല്ലായിരുന്നു. നോട്ട് ഗോയിങ് ഓവർ ദെയർ, അതിനെ ഡീറ്റെയിൽ പറയുന്നില്ല ഇപ്പം. അപ്പം വേറെ ഒരു അർത്ഥമുള്ളത്, ഇത് അൽഫ എന്ന് പറയുന്നതായ കോപ്റ്റിക് ലെറ്ററിൽ അൽഫ എന്ന് പറയുന്നതായ അക്ഷരം കൂടിയാണത്. I hope you all know why alpha is so significant in Christianity. സോ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ, ഇപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ ഐക്കൺസ് ഉണ്ടാക്കുന്ന സമയത്തിൽ കർത്താവിന്റെ അനുഗ്രഹിക്കുന്ന കൈകൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അച്ഛന്മാര് മലങ്കര സഭയിൽ അല്ലെങ്കിൽ സുറിയാനി സഭയിലുള്ള അച്ഛന്മാർ എങ്ങനെയാണോ ആശീർവാദം നൽകുന്നത് ആ രീതിയിലാണ് ഞാൻ കർത്താവിന്റെ കൈകൾ ഉണ്ടാക്കുന്നത്. ബിക്കോസ് അങ്ങനെ മാത്രമേ അത് എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മൈ കൾച്ചർ, റൈറ്റ്? ഇൻകോർപ്പറേഷൻ ഓഫ് ലോക്കൽ സെയിൻസ് ആൻഡ് ഈവൻറ്റ്സ്. ഈ ഒരു പടം, ദിസ് ഐക്കൺ വാസ് പെയിന്റഡ് ഇൻ I think it was painted in 2015. It's an Armenian icon. അർമേനിയൻ സഭയിൽ അർമേനിയൻ ജനോസൈഡ് ഉണ്ടായതിന്റെ ഒരു കൊമോമറേഷൻ ആയിട്ടാണ് ഈ ഐക്കൺ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഐക്കണിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ കൊച്ചു പിള്ളേരുണ്ട്, ലേറ്റീസ് ഉണ്ട്,
ഒരു ക്ലർജിയിൽ ഒരാൾ മാത്രമേ കാണുന്നുള്ളൂ, വേറെയും ഉണ്ട്, പക്ഷേ എന്നാലും ഒരാൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അവരുടെ ലോക്കൽ ഇൻസിഡന്റ്, അവരുടെ ഇടയിൽ നടന്നതായ സംഭവം, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ വിശുദ്ധന്മാരും രക്തസാക്ഷികളും, അവർ അതിനെ പ്രകടിപ്പിക്കുന്നുണ്ട് അവരുടെ സ്വന്തം അർമേനിയൻ ഐക്കണിൽ. ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറും കൂടി പറയാം. 2015 നമ്മൾ കാലം ചെയ്ത പൗലോസുദ്ദീൻ ബാവ അർമേനിയയിൽ ചെന്നപ്പോ ഓർമ്മ കാണുമായിരിക്കും, പാത്രികീസ് ബാവയെ കണ്ടതായ ഒരു ഫേമസ് പിക്ചർ കാണുമ്പോൾ ഇതിന്റെ വലിയൊരു പിക്ചർ അവിടെ കൂതാശ ചെയ്തായിരുന്നു ഇൻ പ്രസൻസ് ഓഫ് ആ ബാവ തിരുമേനി. സോ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ദാറ്റ് ഹൗ മച്ച് ദേ റെസ്പെക്ട് their ഓൺ ലോക്കൽ events and local scenes. So that is also a part of indigenous iconography. സോ മേജർ സ്റ്റൈൽസ് ഓഫ് ഐക്കണോഗ്രഫി ഞാൻ പെട്ടെന്ന് ഒരു ബേസിക് ആയിട്ടാണ് വരുന്നത്. മേജർ സ്റ്റൈൽസ് ഓഫ് ഐക്കണോഗ്രഫി ബൈസന്റൈൻ സ്റ്റൈലുണ്ട്, കോപ്റ്റിക് സ്റ്റൈലുണ്ട്, റഷ്യൻസ് ഉണ്ട്. ഈ ബൈസന്റൈൻ്റെ ഉള്ളിൽ തന്നെ കുറേ സ്റ്റൈൽസ് ഉണ്ട്. ഇഥിയോപ്യൻ ഉണ്ട്, സിറിയൻ, സെർബിയൻ. സിറിയൻ സ്റ്റൈലിനകത്തും കുറേ സ്റ്റൈൽസ് ഉണ്ട്. ബേസിക്കലി നമ്മളത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യത്തെ സെഷനിൽ സിറിയക് ഐക്കൺസിനെ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ചിലർ പറയാറുണ്ട് സിറിയക് ചർച്ച് doesn't have iconography, it's an iconoclastic church എന്ന് ചിലർ പറയാറുണ്ട്. അതിനൊന്നും ഒരു പ്രൂഫും ഇല്ല. ബിക്കോസ് റദർ അതിന്റെ നേരെ തിരിച്ചാണ്. നമ്മൾ മനസ്സിലാക്കിയായിരുന്നു സിറിയ ഈവൻ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഹാസ് റിട്ടൺ ഇൻ മെനി പ്ലേസസ് ദാറ്റ് ദി ബർത്ത് പ്ലേസ് ഓഫ് ഐക്കണോഗ്രഫി ഇസ് സിറിയ ആൻഡ് ഈജിപ്റ്റ്. സോ സിറിയൻ സ്റ്റൈലുണ്ട്, സെർബിയൻ സ്റ്റൈലുണ്ട്. സെർബിയൻ സ്റ്റൈലിലാണെങ്കിൽ അവരുടെ ഒരു ബൈസന്റൈൻ പ്ലസ് സ്ലാവിക് കൾച്ചറും കൂടി വന്നിട്ടാണ് അവിടെ ഐക്കൺ ഉണ്ടാക്കുന്നത്. വെസ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ്, അതും ഐക്കണോഗ്രാഫിക്കകത്ത് തന്നെയാണ് വരുന്നത്. ആ ഒരു അംബ്രേല ടേമിനകത്ത് തന്നെയാണ് വെസ്റ്റേൺ പെയിന്റിങ്സും കൂടി വരുന്നത്. ഇപ്പൊ ഇത്രയും മേജർ സ്റ്റൈൽസ് ഉണ്ട്. ഇനി നിങ്ങളോട് എല്ലാവരോടുള്ള ഒരു ചോദ്യം, ഇതിനകത്ത് എന്താ ഒരു കുഴപ്പം? ഈ സ്റ്റൈലിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് തോന്നുന്നുണ്ടോ? ഡു യു സീ സംതിങ് മിസ്സിംഗ് ഓവർ ഹിയർ? ഇന്ത്യൻ സ്റ്റൈൽ അങ്ങനൊന്നും ഇല്ലല്ലേ? അതെ, വേറെ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയോ ഇപ്പം ഇത് കണ്ടപ്പോ? അത് തന്നെയാണ് ഞാനതാ ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ഐക്കൺ അങ്ങനെ പറയുന്ന സംഭവം ഉണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ആക്ച്വലി the primary contention of having this session is to bring out this question. Do we have an indigenous iconography of Malankara Orthodox Church or Indian Church? We say that we are a national church, but do we have anything that we can say, we can highlight and say, oh, this is our icon? Can we say that? One of the ironies is whenever a foreigner visit our church, we give them certain icons as a gift. അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷനിലുള്ള ഐക്കൺ തന്നെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ ഇടയിലൂടെ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമുക്ക് ഈ ഐക്കൺ ഉണ്ടോ? എൻ്റെ ഒരു ടീച്ചർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് സർക്കാസ്റ്റിക്കലി ചോദിച്ചതായ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഇടുകയാണ്. അതിന്റെ ആൻസർ നമുക്ക് തന്നെ എല്ലാവർക്കും കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ആൻസറാണ്. ചോദ്യം ഇതായാണ്. എൻ്റെ ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ എന്നോട് സർക്കാസ്റ്റിക്കലി ചോദിച്ചതാ, ഒരു തമാശയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം, പക്ഷെ ഒത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം. ഇന്ത്യ ഇസ് നോൺ അക്രോസ് ദ വേൾഡ് ഫോർ ഇറ്റ്സ് റിച്ച് ആർട്ട് ആൻഡ് കൾച്ചർ, അല്ലേ? സോ ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ദി ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്ട് iconography or sacred art? അത് ചോദ്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം. എപ്പോഴും ഞാൻ ഏതെങ്കിലും ഐക്കൺ വരയ്ക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിൽ വെക്കുന്നതായ ഒരു ചോദ്യമാണിത്. സോ അങ്ങനെ നമ്മൾ ആദ്യമേ കണ്ടതായ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നല്ലോ, ചില ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഈ ഫീച്ചേഴ്സ് എല്ലാം ഇന്ത്യൻ സഭയ്ക്കുണ്ടോ? നിങ്ങൾ എന്തു പറയുന്നു? ഡു വി ഹാവ് കൾച്ചർ? വി ഹാവ് എ റിച്ച് കൾച്ചർ. നമുക്ക് ഒത്തിരി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. Second, use of local material. We do have a lot of local materials. We have തടിയുണ്ട്, അല്ലെ? ഈ ഭിത്തിയിൽ ചെയ്യണമെങ്കിൽ ഭിത്തിയിലും ചെയ്യാം, കളേഴ്സും ഉണ്ട്, എല്ലാം. ഡു യു നോ ദ കളർ ഇൻഡിഗോ? ഇൻഡിഗോ ഇവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഈജിപ്തിൽ ഞാൻ ഐക്കണോഗ്രഫി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് there was a color which was known as the Indian red. അതൊരു ബ്രിക്കിന്റെ കളറാണ്. സോ വി ഡു ഹാവ് ലോക്കൽ മെറ്റീരിയൽസ്. തേർഡ് പോയിന്റ് ഇസ് ലോക്കൽ ലാംഗ്വേജസ്. വി ഹാവ് സോ മെനി ലാംഗ്വേജസ്, റൈറ്റ്? വി ഹാവ് സോ മെനി ലാംഗ്വേജസ്. Then comes local symbols. We do have symbols.
Then comes the incorporation of local saints. We do have local saints. We also have a lot of local events that happened in the history of Indian church, right? നമുക്ക് ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് മറ്റ് സഭകളെ പോലെ നമുക്കൊരു ഒരു ഒരു ആത്മീയമായിരിക്കുന്ന കലകൾ ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. ഞാൻ ബലഹീനനായിരിക്കുന്ന ഞാൻ ചില അറ്റംപ്റ്റ്സ് ചെയ്തത് മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പുറകിലൊരു കാരണമുണ്ട്. when I came back after my studies, I wanted to have a close encounter with Indian art. അപ്പം ചെയ്തതായ ചില കാര്യങ്ങൾ ഐ വോണ്ട് ദീസ് ആർ ഇലുമിനേറ്റഡ് ഐക്കൺസ്. ഇലുമിനേറ്റഡ് ഐക്കൺസ് എന്ന് വെച്ചാൽ പാർച്ച്മെന്റിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. ഇത് ബേസിക്കലി നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നതായ ഗീതങ്ങൾ, നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നതായ പ്രാർത്ഥനകൾ, അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു ഐക്കൺ ഉണ്ടാക്കിയത്. ഈ മലയാളം വായിക്കുവാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ക്ഷീമ നമസ്കാരം ഉപയോഗിക്കുന്നവർക്ക് വായിച്ചാൽ മനസ്സിലാവുമായിരിക്കും. ഇത് എന്തിന്റെ ഐക്കണാണ്? പറയാവോ ആർക്കെങ്കിലും? Jesus Christ. Like what is that? What is the event? Or His birth. his birth. So now, we are singing this song actually. The second part of our session is about hymnography. അവിടെ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മൾ ഈ ഗീതം പാടുന്നുണ്ട്, അതിനെ നമ്മൾ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. Then this is Last Supper or Mystical Supper, sorry. Mystical Supper. Then comes this one. It's just an attempt, ഒരു റഫ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് ആണ് ഇതെല്ലാം. കയ്യിലുണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ബേസിക്കലി അതിനെ ഒരു റിപ്പോസിറ്ററി ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. Now this icon is last year our Baba Tirumeni gifted this icon in Ireland, St. Patrick's College, മൈനൂത്ത് യൂണിവേഴ്സിറ്റിയിൽ. അവിടെ ഇന്ത്യൻ ഐക്കൺ ആയിട്ട് ഇത് അവിടെ നമ്മുടെ ബാബ തിരുമേനി അത് ഓഫർ ചെയ്തു. So this is the mural icons of Stotts Nagpur. How many, I don't know how many of you have visited Nagpur Seminary, but when you visit Nagpur Seminary, the icons of Nagpur Seminary are not Byzantine icons or Greek icons or വെളിയിലുള്ള icons അല്ല. അത് തദ്ദേശീയമായിരിക്കുന്ന ഭാവത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. So there you see an icon which is complementing our culture, our tradition, and especially our liturgy. നമ്മുടെ ആരാധനയെ കോംപ്ലിമെന്റ് ചെയ്യുന്നതായ ഐക്കൺസ് ആണ്. അവിടെ ഉള്ള ഒരു രണ്ട് പ്രധാനപ്പെട്ട ഐക്കൺസ് കാണിക്കാം. അഷുറൻസ് ഓഫ് തോമസ്. ദിസ് ഇസ് എൻ ഐക്കൺ ഓഫ് അഷുറൻസ് ഓഫ് തോമസ് അറ്റ് സ്റ്റോട്ട്സ് നാഗ്പൂർ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അവിടെ പോകണം. ദെൻ ദർ ഇസ് എൻ ഐക്കൺ ഓഫ് ട്രീ ഓഫ് ലൈഫ്. ഇത് നമ്മുടെ ആരാധനയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നതായ ഒരു കാര്യമാണ് ജീവവൃക്ഷം. നമ്മുടെ മാമോദീസയിൽ പോലും പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഫലം എന്ന് പറയുമ്പോൾ ഈ വൃക്ഷത്തിന്റെ ആ ത്രൂണോസിന്റെ അടുത്തു നിന്നാണ് കുർബാന കൊണ്ടുവരുന്നത്. So in that context and as well as Revelation chapter 22, we wrote this icon at Stotts Nagpur. So why indigenous iconography matters? ഒരു ചോദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതും നിങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ് why it matters. Because it matters for evangelization. All the iconographical school, if you go to the history of Russian, the conversion of Russia, you will find that the very first thing that the Greeks did when they visited Russia in order to talk about Christianity, when Russia accepted Christianity, the very first thing that they did was implementing art over there. അവിടെ ആ ഗ്രീക്ക് ഐക്കൺസിനെ ഇംപ്ലിമെന്റ് ചെയ്ത് റഷ്യൻ ഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ ആദ്യം ശ്രമിച്ചതാണ്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് evangelization. Some of you might be aware, like I have already mentioned this in last session, I guess. One of our Tirumeni used pictures when he was visiting a certain community in order to evangelize, right? Patros Maustatios. So evangelization. Second, preservation of local tradition. ഇതിലൂടെ നമ്മൾ നമ്മുടെ ട്രഡീഷനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, ആൻഡ് ദെൻ കംസ് ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റിയെയും കൂടി അത് രേഖപ്പെടുത്തുന്നു. ഒരു ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിപ്പിച്ച് ഹിംനോഗ്രാഫിയിലേക്ക് പെട്ടെന്ന് വരാം.
സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് ഇത്രയും സ്പീഡപ്പ് ചെയ്യുന്നത്. During my studies, I was traveling across different places, and I visited a country called Ghana. ഘാന വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ്. അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ കുറച്ച് ദീർഘകാലം അവിടെ താമസിക്കുവാൻ സാധിച്ചു. അവിടെ ഉണ്ടായിരുന്നതായ കോപ്റ്റിക് പ്രീസ്റ്റ് ആൻഡ് ഹിസ് വൈഫ്, they were interested in art, they were interested in iconography, so I was just teaching them. Every day I was teaching them. അവിടെ പോയ സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. ആ ഗാർഡ് ഓർത്തഡോക്സ് വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ട് 23 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. 23 days. But he was by profession a wood carver. ഈ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസ് ബ്ലാക്ക് വുഡ് കിട്ടും, അതിൽ കാവ് ചെയ്തിട്ടാണ് അവർ ഈ ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽസ് കൊടുത്താണ് അവർ ജീവിക്കുന്നത്. അപ്പം അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡും ആ ആള് തന്നെയായിരുന്നു. സോ എവ്രി ഡേ ഹി സോ മീ ടീച്ചിങ് Abuna and Tassoni, priest and his wife, iconography. So one day he said that, Riju, I would like to learn this art. So from that day onwards, for 1 week continuously, every night we used to come together and I used to teach him whatever possible. അതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാന ദിവസം ഞാൻ ഐക്കൺ ബോർഡ് കൊടുത്തു, കളേഴ്സ് കൊടുത്തു, ബ്രഷസ് കൊടുത്തു, എല്ലാം കൊടുത്തു. മാതാവിന്റെ ഐക്കൺ ആയിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയത്, പറഞ്ഞു കൊടുത്തത് മാതാവിന്റെ ഐക്കൺ. I told him, Daniel, his name is Daniel, now you paint an icon. So this is the icon that he painted. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് ഒരു കോപ്റ്റിക് റഷ്യൻ അങ്ങനത്തെ ഉള്ള ഒത്തിരി ഐക്കൺസ് എല്ലാം കാണിച്ചുകൊണ്ടായിരുന്നു പഠിപ്പിച്ചത്. പക്ഷെ ആ പയ്യനോട് ഐക്കൺ, മാതാവിന്റെ ഐക്കൺ വരയ്ക്കുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വരച്ച ഐക്കൺ ഇതാണ്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, വെറും 23 ദിവസം ഓർത്തഡോക്സി സ്വീകരിച്ച് 23 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്നതായ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിക്ക് അവന്റെ ഘാനിയൻ കൾച്ചറിനെ എടുത്തു കാണിക്കുവാൻ ഐക്കൺസിലൂടെ സാധിച്ചു എങ്കിൽ 2000 വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്ന അഭിമാനത്തോട് കൂടി പറയുന്നതായ മലങ്കര സഭയ്ക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ഇറ്റ്സ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ. He incorporated many colors. You see, the very first color that he chose in order to draw this icon was black. ആ ബ്ലാക്ക് കളറാണ് ആദ്യം എടുത്തത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ആ കളറാണ് എടുക്കേണ്ടത്. പിന്നെ ബാക്കി കാണുന്നതെല്ലാം കളേഴ്സ് ആഫ്രിക്കൻ കളേഴ്സ് ആണ്. ആഫ്രിക്കൻ ഫ്ലാഗ്സിൽ എല്ലാ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിന്റെ ഫ്ലാഗ്സിൽ കാണുന്നതായ 3 പ്രധാനപ്പെട്ട കളറും അദ്ദേഹം ഉപയോഗിച്ചു. ഇതൊന്നും തന്നെ ഞാനല്ല അദ്ദേഹത്തിനോട് പറഞ്ഞു, നാച്ചുറലി അദ്ദേഹത്തിലൂടെ അത് വന്നു. അവിടെ 2 സിമ്പിൾസ് കാണുന്നുണ്ട്. അതൊരു ഏൻഷ്യന്റ് ഘാനിയൻ സിമ്പിൾസ് ആണ്, ദൈവത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നതായ സിമ്പിൾസ് ആണ്. സോ ഹി ഇൻകോർപ്പറേറ്റഡ് എവ്രിതിങ്. ബട്ട് ദ പോയിന്റ് ഇസ്, ഹി വാസ് ജസ്റ്റ് 23 days old. Okay, not even 23 years old. He was 23 days old as an Orthodox Christian. So if he can do it, why can't us? Okay, so with this, I am winding up this session. We have one more, okay? We have one more session. അത് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് 2ാമത്തെ സെഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ജസ്റ്റ് എ മിനിറ്റ്, ലെറ്റ് മീ ഷെയർ മൈ സെക്കൻഡ് സ്ലൈഡ്. So, and be ready with your questions, okay? ഈ ഒരു സെഷനെ കുറിച്ചുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക, നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. Okay, so now the second topic. ഞാൻ ചെറിയ ടോപ്പിക്സ് ആണ്, അതുകൊണ്ടാണ് 2 ഒരുമിച്ച് കൊണ്ടുവന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. ഇത് ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ചൊരു എക്സസൈസ് ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. നിങ്ങളിനി എപ്പോഴെങ്കിലും നിങ്ങളുടെ ആരാധന ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. See, our liturgy is so beautiful. So whenever we worship, whenever we come together for our liturgy, we'll find that it's all talking about beauty. ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ ഞാൻ ഈ ഗീതത്തിലൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യ ആശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവസുധാ പാടാൻ സ്വരം ഇവനിൽ നിന്നും. Your beauty, O Son of God, has enchanted me. How shall I ever find words to sing to you? So whenever we are worshiping, we are in this, in this mode.
നമ്മൾ ആ ഒരു ഭാവത്തിലാണ് ആരാധനയിലുള്ളത്. അപ്പൊ നമ്മൾ ബ്യൂട്ടിയെ കുറിച്ച് ദൈവം എത്ര സുന്ദരനായിരിക്കുന്നു എന്നാണ് നമ്മൾ ആ ഒരു ഭാവത്തിലാണ് ആരാധന മൊത്തം തന്നെ നടത്തുന്നത്. സോ ഇറ്റ്സ് ദെയർ. So the beauty is not just about pictures. It's not just about how beautiful is the church. The beauty is also there in our prayer. It's also there in our hymns. നമ്മുടെ ഗീതങ്ങളിലുമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളിലുമുണ്ട്, നമ്മുടെ ഓരോ വാക്കുകളിലും അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓഫ് കോഴ്സ് ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഹിംനോഗ്രഫി ആൻഡ് ഐക്കണോഗ്രഫി. നമ്മൾ പാടുന്നതായ, നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥനയും ഐക്കണോഗ്രഫി അല്ലെങ്കിൽ ഈ ചിത്രങ്ങളും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടല്ലോ. അത് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. ചെറിയൊരു സെഷനാണ്, പെട്ടെന്ന് അങ്ങോട്ട് പോവാം. വാട്ട് ഈസ് ഹിംനോഗ്രഫി? Hymnography is a composition of sacred hymns or liturgical text used in worship within the Orthodox Church. These hymns are deeply theological, poetic expressions of our faith, conveying biblical narratives, theological truth, and the lives of saints. ഇതാണ് നമ്മുടെ ഗീതങ്ങളിൽ ഇത് തന്നെയാണ് ഉള്ളത്. എക്സാമ്പിൾ, ശീമനമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, കൂദാശക്രമം അല്ലെങ്കിൽ ആണ്ട് തക്സ, ഇതെല്ലാം എടുക്കുമ്പോൾ ഇതിനകത്ത് കാണുന്നത് ഈ ഒരു കമ്പോസിഷൻ ആണ്. സോ ദിസ് ഇസ് what hymnography is all about. നമ്മൾ പാടുന്ന ഗീതങ്ങൾ, ചൊല്ലുന്ന പ്രാർത്ഥനകൾ. Then what is iconography? തീർച്ചയായിട്ടും 2-3 സെഷൻസ് നമ്മൾ iconography കവർ ചെയ്തു. What is iconography? Iconography is a creation of sacred art, particularly icons used in worship within the Orthodox Church. ഞാൻ ഈ ഡെഫിനേഷൻ ഇത്രയും മൊത്തം റീഡ് ചെയ്ത് പറയാനുള്ള ഒരു കാരണം, ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. These sacred art are deeply theological, visual expression of faith, depicting biblical narrative, theological truth, and the lives of saints. ഇനി ഈ രണ്ട് ഡെഫിനേഷൻ നിങ്ങൾ ഒരുമിച്ച് നോക്കിക്കേ. ഇത് രണ്ടുപേരും, ഹിംനോഗ്രഫി ആയാലും ഐക്കണോഗ്രഫി ആയാലും, അവരുടെ പർപ്പസ് ഒന്ന് തന്നെയാണ്. ഹിംനോഗ്രഫി ഈസ് എ കമ്പോസിഷൻ ഓഫ് സേക്രഡ് ഹിംസ്. ഐക്കണോഗ്രഫി ഈസ് എ ക്രിയേഷൻ ഓഫ് സേക്രഡ് ആർട്ട്. ഒരു ഭാഗത്ത് ഡീപ്ലി തിയോളജിക്കൽ പോയറ്റിക് എക്സ്പ്രഷൻ ആണെങ്കിൽ ഈ ഐക്കണോഗ്രഫി ഡീപ്ലി തിയോളജിക്കൽ വിഷ്വൽ എക്സ്പ്രഷൻ ആണ്. രണ്ടിടത്തും ബിബ്ലിക്കൽ നെറേറ്റീവ്സ് ഉണ്ട്, ലൈഫ്സ് ഓഫ് സെയിൻസ് ഉണ്ട്. സോ ദ ബോത്ത് ആർ fulfilling the same objective. So ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ കടന്നു പോകുന്നതായ ദിവസങ്ങൾ, കർത്താവിന്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ കടന്നു പോകല്ലേ ഇപ്പൊ സമയത്ത്. ഈ രണ്ട് ഐക്കൺസ് ഇവിടെ കാണുന്നുണ്ട്. ഈ രണ്ട് ഐക്കൺസ് എന്തിന്റെയാണ്? നേറ്റിവിറ്റിയും റിസറക്ഷനും, അല്ലെങ്കിൽ കർത്താവിന്റെ ബറിയൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഐക്കണാണ്. ഈ രണ്ട് ഐക്കൺസും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നേറ്റിവിറ്റി ഐക്കണിലേക്ക് നിങ്ങൾ നോക്കിക്കേ. നമ്മൾ സാധാരണ കാണുന്നതായ ഒരു പെയിന്റിങ്ങിൽ കർത്താവ് ജനിച്ചിരിക്കുന്നത് ഒരു ഗോശാലയ്ക്കകത്താണ്, ഒരു മേഞ്ചറിനകത്താണ്. പക്ഷേ ഈ ഐക്കണിനകത്ത് കാണുന്നത് എന്താണ്? What do you see here? ഗുഹയ്ക്കകത്താണ്. നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി നമ്മുടെ ഗീതത്തിൽ പാടുന്നുണ്ട് അല്ലേ? ഈ ഗുഹയ്ക്കകത്ത് നിന്ന് മാത്രമല്ല, ഈ ഗുഹയ്ക്കകത്ത് കർത്താവിനെ കടത്തിയിരിക്കുന്നത് ഒരു 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 എന്താ, ഗോശാലയ്ക്കകത്ത് കാണുന്നതായ ഒരു മേഞ്ചറിലോ ഒരു ക്രിബിലല്ല, ബേസിക്കലി ഒരു കോഫിനകത്താണ്. കർത്താവിനെ കടത്തിയിരിക്കുന്നത്. എന്തായിരിക്കും കാരണം? നിങ്ങൾക്കൊന്ന് കണ്ടംപ്ലേറ്റ് ചെയ്യാം. വൈ ക്രൈസ്റ്റ് ഇസ് ബീൻ ഡിപിക്റ്റഡ് വിതിൻ എ കോഫിൻ? Because his fate was already predestined. So in that way, the icon of nativity is not just the icon of nativity, it's also the icon of death of Christ. Okay. And since his eyes are open over there, so it's also an icon of resurrection. So you see, അവിടുത്തെ കോഫിൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കൂ. അവിടെ മാലാഖമാരുണ്ട്, ഇവിടെയും മാലാഖമാരുണ്ട്, ഇവിടെയും 3 മഗൂഷന്മാർ വരുന്നു, എല്ലാവരും വരുന്നു. ഈ ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾ ശിശുവായി സ്വയമേ വെളിവായി നീ എന്ന് പറയുന്നതായ നമ്മുടെ ഗീതം, നമ്മൾ എൽദോ നോമ്പിന്റെ സമയത്ത് പാടുന്നതായ ഗീതം, നിങ്ങൾ ആ ഗീതം മൊത്തം 3 പാരഗ്രാഫ്സ് ഉണ്ട്, 3 പാരഗ്രാഫ്സും വായിച്ചു നോക്കിയാൽ മതി. ഈ ചിത്രം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചിത്രവും പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. സോ ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്, ദേ ആർ കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. സോ ജസ്റ്റ് വൺ എക്സാമ്പിൾ, ദെൻ കമ്മിങ് ടു അതർ വൺ. ഈ സംഭവം എന്തിന്റെ സംഭവമാണ്? ഏത് ബിബ്ലിക്കൽ ഇവന്റ് ആണ്? Angel Gabriel coming to Mary. അവിടെ ഒരു എഴുത്ത് പോലെ കുറച്ച് കാര്യങ്ങൾ, ഒരു സ്ക്രോൾ പോലെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ?
So this is a song which is there in our liturgy. We sing this song on Saturday morning. അവിടെ പാടുന്നതായ ഗീതം ഇതാണ്: വിത്തൗട്ട് പെൻ ആൻഡ് വിത്തൗട്ട് ഇങ്ക് ഗേബ്രിയൽ ബ്രോട്ട് എ ലെറ്റർ full of peace and came to Mary and said, Peace be with you, the Lord is with you, and the Savior of creation shall come forth from you. മഷിയും തൂവലും എന്നേ ശ്ലോമോ നിറയും കത്തോട് ഗബ്രിയേൽ മറിയാമിൻ അഴികെ ചെന്നെത്തി. അവിടെ മാതാവിന്റെ അടുത്ത് ഒരു എഴുത്തായിട്ട് ചെന്നു. അത് വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല, ഒരു എഴുത്തായിട്ട് ചെന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ പോയറ്റിക് ഭാവത്തിൽ അത് പറയുന്നുണ്ട്, ഐക്കണോഗ്രാഫിയിലും അത് കാണുന്നുണ്ട്. അനദർ എക്സാമ്പിൾ, ദിസ് വൺ മൈറ്റ് ബി, യു ഓൾ മൈറ്റ് ബി ഫെമിലിയർ വിത്ത് ദിസ് വൺ. നമ്മൾ ഇത് സ്ലീബ നമസ്കാരത്തിന്റെ സമയത്ത്, നമ്മൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന സ്ലീബ നമസ്കാരത്തിന്റെ സമയത്ത് രാത്രി നമസ്കാരത്തിൽ പാടുന്ന ആദ്യത്തെ എഗ്ബോ ആണ്. ലോകം രക്ഷിപ്പാനേകൻ സുതനവതാരം ചെയ്യുമ്പോൾ മാതാവായി കന്യാ മറിയാമിനെ ഏറ്റുന്നൊരു ലേഖനമെഴുതി താതൻ വിട്ട ദൂതനെ നസറേത്തിൽ. Father wrote a letter and sent it to Nazareth to Virgin Mary. So you're talking about letter, right? So now just look into this icon. So here comes Gabriel with a letter. So both the hymns and this icon, they both talk the same thing. They both share the same thing. So the other familiar song is this one. There are many. ഞാൻ ആ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് കുറച്ചെടുത്തിരിക്കുന്നത്. I told you, this will be like an activity. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആരാധനയിൽ ഇത് കണ്ടെത്താൻ ശ്രമിക്കുക. So see this one. You all are familiar with this song. ഭാഗ്യവതി മറിയാമി നിഴലായി മൂശ പണിഞ്ഞ പെട്ടിയതാൽ നീ ചിത്രീകൃതയായി ഗൂഢാർത്ഥത്തിൽ. അപ്പം അവിടെ മാതാവിനെ ഉദ്ദേശിച്ച് പറയുന്നതായ ചിത്രം ഇതാണ്. അപ്പം നമ്മളിത് പാടുന്നുണ്ട്. At the same time, this picture is used as a typology across the Orthodox churches. So we are also singing it. At the same time, it is being depicted. Now, I want you all to see this video. It's a very small, short video, 1.5 minutes മാത്രമേ ഉള്ളൂ. ഇത് നോക്കി പെട്ടെന്ന് തീർക്കാം ഇന്ന്. She carried him who is the Lamb of God. She was not harmed by his light nor by forever Acha, can you start from the start? Yeah, so that sure. Yeah. Okay, sorry. Blessed is Mary, the mother who did bring forth God, the word upon her knee. She carried him who is the Lamb of God. She was not harmed by his light nor by forever of his fire, for his strength supported her. She bore him who was carried by the cherubim's chariot, but more unto the ages of ages and forevermore. The church proclaims 3 mysteries to teach those who doubt the truth: a tree, a rock, and a fish which brought forth wondrous fruit. The tree did bring forth the lamb, the rock did flow with water, the fish did bring forth the coin. These 3 reprove him who doubts the mystery of virgin birth. Lord, have mercy upon us and help us. So, I hope I'm audible. So, with this song, ഈ സോങ് ഒത്തിരി ഫെമിലിയർ ആണ്. നമ്മൾ ദൈവത്തെ പെറ്റൊരു മാതാവ് എന്ന് പറയുന്നതായ ഗീതമാണ്, നമ്മളെല്ലാവരും പാടുന്ന ഗീതമാണ്. അവിടെ ഈ നിങ്ങൾ പാടി നോക്കിയാൽ അവിടെ ചില ചിത്രങ്ങളാണ് പറയുന്നത്. മാതാവിന്റെ ഈ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് 3
സിമ്പിൾസ് പറയുന്നുണ്ട് അവിടെ. ഒരു മരം പറയുന്നുണ്ട്, മോശ ആ പാറ പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു മീന് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സിമ്പിൾസ് അവിടെ ഉപയോഗിക്കുന്നു. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ചസ് ത്രൂ ഔട്ട് ആ ലിറ്ററേച്ചർ ട്രഡീഷൻ. ഐ എം ജസ്റ്റ് ടേക്കിംഗ് വെരി ഫ്യൂ എക്സാമ്പിൾസ്. ഓക്കെ, എക്സാമ്പിൾസ് ഫോർ വിച്ച് ഐ കൻ ഷോ യു സം ഇമേജസ്. അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നാൽ when you search, when you go deeper into it, you will find many such visually appealing prayers and songs. ഞാൻ വർക്ക്ഷോപ്പ് നടത്തിയ സമയത്ത് ഒരു ആക്ടിവിറ്റി നടത്തിയായിരുന്നു. ഐ ജസ്റ്റ് ടോൾഡ് ദം ദറ്റ് യു ക്യാൻ യൂസ് എനി സോങ് ഫ്രം ക്ഷേമ നമസ്കാരം ആൻഡ് യു ജസ്റ്റ് ഡ്രോ വൺ ഡ്രോയിങ്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷോ യു 2 pictures. അത് വർക്ക്ഷോപ്പിൽ വന്ന ഡെലിഗേറ്റ്സ് ചെയ്തതാണ്. സോ ദിസ് സോങ് ഇസ് കമ്മിങ് ഫ്രം മൺഡേ ഈവനിങ്. It's talking about repentance. I have sinned in your sight. സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്ത് ഞാൻ എന്ന് പറയുന്നതായ ആ ഒരു ഗീതം ചിത്രീകരിച്ചു. സോ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ഞാൻ ലാസ്റ്റ് പറയാം. അതുപോലെ തന്നെ നമ്മളിപ്പം കണ്ടതായ വീഡിയോയിൽ കാണുന്ന 3 കാര്യങ്ങൾ, the 3 mysteries the church does teach a lesson to doubter. The 3 mysteries. ആ 3 mysteries എന്തൊക്കെയായിരുന്നു? The tree, the rock, the fish. ഇത് വർക്ക്ഷോപ്പിൽ വന്നവര് വരച്ച ഒരു പടവും കൂടിയാണിത്. സോ ദേ വെർ വിഷ്വലൈസിങ് ഇറ്റ്. When they were singing this song, they visualized it and they drew it. So that's the whole point. And this is not just for hymns. Even our prayers are like that. When you ask an achan, an orthodox achan, acha visually appealing ആയിട്ടുള്ള ഏത് പ്രാർത്ഥനയാണ് അച്ഛൻ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, they all, majority of them will say that അച്ഛൻ യാക്കോബിന്റെ തക്സയില്, വിശുദ്ധ കുർബാനയില് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറയുന്നതായ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മള് ദേവാലയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്, അല്ലേ? അച്ഛൻ മദ്ബഹായ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതായിരിക്കും നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇതാണ് ആ പ്രാർത്ഥന: സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും, അങ്ങനെ the sun, the moon, the stars, the earth, the seas and the firstborn inscribed in the heavenly Jerusalem എന്ന് പറഞ്ഞ എല്ലാവരെയും, ഈ സൃഷ്ടി മൊത്തത്തെ ഓർത്തുകൊണ്ട് ഏറ്റവും അവസാനം പറയുന്നു, മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സോ ഇറ്റ്സ് സോ വിഷ്വലി അപ്പീലിംഗ് ദാറ്റ് ദിസ് ഇസ് ദ റിയാലിറ്റി. സോ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ കാണുന്ന നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ശ്രദ്ധയോടെ പ്രാർത്ഥനയിലും ആ ഒരു ഗീതങ്ങളിൽ നമ്മൾ അങ്ങ് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ്. സോ all our prayers are also visually appealing. The hymns are also visually appealing. So there is a very deep relationship between the hymnography and the iconography. So with this, I'm stopping. I'm winding up my session. I hope both the topics were very basic. ഞാൻ അതിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണിക്കുവാൻ സാധിക്കുന്നതായ ചിത്രങ്ങൾ മാത്രമാണ് അവിടെ ഉപയോഗിച്ചത്. ഇത് കൂടാതെ വേറെയുമുണ്ട്. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. ജസ്റ്റ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി questions. There's a question sent to me. What are the opportunities we have to learn iconography from our church? Can you please repeat it? What are the opportunities we have to learn iconography in our church? As of now, we don't have a systematic curriculum. Unfortunately, even in our seminaries where we talk about sacred art. As of now, okay. Personally, as my project, I do take workshops. Like 1-week workshop, residential workshops in different parts of India. And there we exclusively talk about iconography, and we literally write an icon. So apart from that, within India, I don't think we have a systematic curriculum for iconography. Of course, abroad we do have. In our sister churches also we have. Hear me? Yes. Yes. Sorry. Thank you. It's a blessing. It's wonderful to have this session. And this is George Verghese. I'm calling from Calgary in Canada. I'm not a young enthusiasm. Someone who had not had opportunities to learn
about our faith so much in my youth and in part of NMGUCS, and that's why it's a blessing to Thomas. And this topic is very dear. Karam, that you brought up today is V.C. Shamalachan always used to talk about this. Say, we have so much of culture. Why our church is not developed? So a question that really, that I read about it, and I keep thinking, the culture of India has changed from what it was. Like there was opportunities for the Coptic church, the Ethiopian church, the Russians, where they could develop this. And that's how our culture has changed. So is it possible? And let's see, what do we do at this time? And no, it's not only about the iconography, it's the other things too that comes with it. But specifically, iconography, they have all done. Every place they have done development. പക്ഷേ ഒരു പാസ്റ്റിന്റെ ഒരു ഈറായുടെ ഒരു ഇതുകൊണ്ടാണോ എന്നത്? There are a few questions, but this is the first one. Thank you, sir. See, I do understand the intensity of this question, because every day I have dedicated my life for sacred art. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. As you rightly mentioned, the context of the Coptic Church and the Ethiopian Church, and I'm inspired by the Coptic Church because the Coptic Church's present iconography is not even 100 years old. The present one, I'm not talking about the ancient one, the present Neo-Coptic style. It was developed by one person. His name was Isaac Fanus. Isaac Fanus, what he did is something I don't think it will ever happen in our church. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു കാര്യം മാത്രം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് നമ്മുടെ സഭയിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരുവാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം ഐക്കണോഗ്രഫി പഠിക്കാൻ വെളിയിൽ പോയി കഴിഞ്ഞ് നമ്മുടെ KM ജോർജ് അച്ഛൻ പഠിച്ച സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം പഠിക്കാൻ വേണ്ടി പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് the very first thing that he did was he explored their Egyptian pharaonic culture. Explored എന്ന് വെച്ച് കഴിഞ്ഞാൽ the church allotted a space, a very big space in order to come and explore that part. So they started having a department of art and culture, which is still there. And that was the initial thing that happened. And അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. So similarly, in our church also, of course, in last session also we talked about Malankara murals and ancient artworks and all. അതിന് ഇതുവരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് തന്നെ പറ്റിയിട്ടില്ല. അത് എൻ്റെ ഒരു പറയുന്ന നമുക്ക് വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. I'm not aiming to teach many people about iconography. I just want to bring that approach. See that we have a beautiful tool called art. അത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, അതിനെ എക്സ്പ്ലോർ ചെയ്യാനാണ്. ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു, ഒരു ഐഡിയൽ തിങ്കിങ് ആണ്. പക്ഷെ ഒരു ആദ്യത്തെ കാര്യം ചെയ്യാൻ ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടു എക്സ്പ്ലോർ വാട്ട് വി ഹാവ് റൈറ്റ് നൗ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആരുടെയെങ്കിലും ഇടയിൽ, ഐ നോ സം പീപ്പിൾ ഹു ആർ ആക്ച്വലി ഡൂയിങ് ദിയർ PhD studies in Kerala mural paintings, but they're doing it from secular universities because we as a church haven't provided any a systematic curriculum for exploring art. That is the actual reason. So അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ മെജോറിറ്റി ടീച്ചേഴ്സ് വിമൻ ആയിരുന്നു, അതിൽ സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പം അവർക്ക്, ഞാൻ പറയുന്ന ആണുങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നല്ല പറയുന്നത്, അവർക്ക് പോലും ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. There are many possibilities. So that is one thing that I think it can work out practically. Of course, there will be hurdles. It's very difficult to penetrate all those problems. But still, ഇതൊരു ഇനിഷ്യൽ സ്റ്റെപ്പായിട്ട് ഞാൻ കാണുന്നു. എനിക്കറിയില്ല, അപ്പം ജോർജ് വർഗീസ് സാർ ചോദിച്ച ഒരു ചോദ്യത്തിനെ എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. പക്ഷെ this is what I... No, so we will pray and it will happen. God will have
whereas provided ways. We'll keep in prayer. And I was just asking, this second thing is, it's wonderful also, Achan, that you connected the hymnography and the icon, indigenous icon. So I think this was also another thing. First I heard was Father Timothy Thomas, Kenny Thomas, when he was a student, he said in one of the ancient faiths, he said, there could have been a time, there were a lot of icons. There was a time when Syria was under persecution. And that was when the liturgical tradition really developed as such. So I don't know whether Amni might have just said it like that, but he said the liturgical tradition developed more. Alagale Prarthanayam, prayer and all of those. Avaru Sametana. And then, and that is why that linkage, right, of that hymnography and the writings, right, it came so much. And the writing in the icons, so I don't know whether it is Namala explore of our own prayers, why this thing is not happening also. Just Adding to that, I will Teniacham പറഞ്ഞ കാര്യവുമായിട്ട് ചേർത്ത് ഒരു സംഭവം പെട്ടെന്ന് പറയാം. As I already mentioned, Paulus Mar Gregorius Sermeni talks about the origin of iconography in 2 or 3 books. Whenever he mentions about the origin of iconography, he does mention Syria and Egypt. അതിന്റെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഇന്ന് ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. In Egypt, there is a monastery called Deir el-Suryan. It's a Syrian monastery. The name is Syrian monastery, but it's in Egypt. So in one time in the history, when the Syria was invaded by Islam, the very first caliphate was in Damascus. So they all ran and they came to Egypt and they stayed over there. And the patriarch of that time, the Coptic patriarch of that time, he gave them a separate land where they built a monastery. Today, that monastery chapel is the biggest repository of Syriac icons. And the reason is, when they all came from Syria, they started making Syriac icons within that monastery. So it's not true that the Syrian church didn't had any iconographical tradition. The Syrian church അത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ as rightly mentioned by Teni Achan, as rightly mentioned by you, അത് ഇസ്ലാമിക് ഇൻവേഷൻ ഉണ്ടായ സമയത്ത് അവരിൽ നിന്ന് കളഞ്ഞു പോയി. മലങ്കരയിലേക്ക് ഇത് വന്നപ്പോൾ ഇതില്ലാതെയാണ് വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തിങ്കിങ് ഉണ്ടാകാൻ തുടങ്ങിയത്. അതിന് ഒത്തിരി എക്സിസ്റ്റിംഗ് പ്രൂഫ്സ് ഉണ്ട്. Even the Syriac fathers, I remember Dionysius Bersleby, he's mentioning about using an icon in his prayer corner. Wherever he was praying, he was using an icon of Christ in his own prayer corner. അപ്പം അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു നമുക്ക് നമ്മുടെ മലങ്കരയിലേക്ക് വന്ന സമയത്ത് അതൊന്നും ഇല്ലാതെയാണ് വന്നത്. എന്നാൽ അതിന്റെ അർത്ഥം അത് നമുക്ക് ഇനി തിരിച്ചു കിട്ടത്തില്ല എന്നല്ല, തീർച്ചയായിട്ടും കിട്ടും. Thank you, George Verghese sir, for highlighting this point. Thank you. There are a couple of... One more question, like, does iconography have biblical references? That is the question. We already talked about that part in our first session, but okay, the Shraddhichillengil, biblical references in terms of painting a picture of Christ or painting a picture of saints, it's not directly mentioned. It's true, it's not directly mentioned, because that was not the primary contention of the New Testament writers. But in Old Testament, we do see traces of, we see God himself choosing an artist, Bezalel, right? We see the construction of the Temple of Jerusalem, whenever I think I showed you the imagination or imaginative pictures of the Temple of Jerusalem, which was done by a certain university. അത് അകത്തുനിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചപ്പോൾ അതിനകത്ത് അവരും അന്നുണ്ടായിരുന്നതായ ഐക്കണോഗ്രാഫിക്കൽ ഫീച്ചേഴ്സും അല്ലെ സെലിസ്റ്റിയൽ ബീയിങ്സിനെയും ഏഞ്ചൽസ് നെയിം ചെറൂബിംസ് നെയിം സെറാഫിംസ് നെയിം വരയ്ക്കുന്നുണ്ടായിരുന്നു. So it's there, but of course in New Testament it's not clear, it's not mentioned at all, not even clearly. ഒരു ക്ലിയർ സെൻസിൽ അവിടെ ഡയറക്ട്ലി പറയുന്നില്ല ഇങ്ങനെ വരയ്ക്കാറുണ്ടെന്ന്. പക്ഷെ ഇറ്റ്സ് there in the church tradition.
There is one question, direct question that came to me. Why is it that we find no evidence for pre-Portuguese icons in Kerala apart from the Marthoma Sleeper? Was the church in Kerala devoid of hymnography and iconography pre-Antioch? My answer will be we don't know. We really don't know. ആൻഡ് പ്രീ പോർച്ചുഗീസ് ഐക്കണോഗ്രാഫി എന്ന് പറയുമ്പോഴും അവിടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ചേപ്പാട് പള്ളിയിലെ സ്റ്റഡി നടത്തിയ സമയത്ത്, ചേപ്പാട് ചുവടുചിത്രങ്ങൾ സ്റ്റഡി നടത്തിയ സമയത്ത് ദർ പ്ലാസ്റ്റർ ഇസ് കമ്മിങ് ഫ്രം 13th century. ഈ പെയിന്റിങ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റർ, അത് ഒരു സർഫസിന്റെ കാര്യമാണ് പറയുന്നത്. സോ അതിന്റെ അർത്ഥം അത് അവിടെ ഇതിനു മുമ്പും അവിടെ ഉണ്ടായിരുന്നതാണ് ചിത്രങ്ങൾ, അതായത് റോമൻ ഇൻവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പും. സോ ദർ മൈറ്റ് ബി, നമ്മൾ ഈ കോട്ടയം ചെറിയ പള്ളിയിൽ കണ്ടതുപോലെ ലെയർഡ് മ്യൂറൽസ് ആയിരിക്കും ചിലപ്പം. ഇപ്പം കാണുന്ന മ്യൂറൽസിന്റെ പുറയിൽ എന്തെങ്കിലും കാണുമായിരിക്കും. വി ഡോണ്ട് നോ. Again, coming back to the same point, we never explored that part. We are not aware of it. And secondly, as you rightly mentioned, Marthoma Sleva. See, whenever we talk about cross, whenever we talk about any style of crosses, അത് ഇപ്പം കോപ്റ്റിക് ക്രോസ് ആയാലും അർമേനിയൻ ക്രോസ് ആയാലും അതിലെല്ലാം ഐക്കണോഗ്രാഫി ഉണ്ട്. അത് ഈ ഇറ്റ്സ് എ വെരി കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. ഈ പേർഷ്യൻ ക്രോസ്, മാർത്തോമ സ്ലീവ, അത് നമ്മുടെ സഭയുമായിട്ട് ചേർന്ന് നമ്മുടെ ട്രഡീഷൻ ആണോ, അതോ അതൊരു ഹെറിറ്റിക് ആണോ, അങ്ങനെ ഒത്തിരി ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ബട്ട് ഐ സീ ഇറ്റ് ഇൻ എ വെരി in a very iconographical with a very iconographical approach, and there I see that even the cross carries iconographical features. പക്ഷേ ഒരു ലിറ്ററൽ സെൻസിൽ ഒരു ഫിഗറേറ്റീവ് ആർട്ട്, ഒരു മനുഷ്യന്റെ മുഖം അങ്ങനെ പ്രീ പോർച്ചുഗീസ് ആയിട്ട് നമുക്ക് ഇപ്പം കാണുന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. ഇത് ഇപ്പം ഈ സമയത്ത് കാണുന്നില്ല. അത് we were not devoid of hymnography and hymnography especially. We were not devoid of it. Of course, we don't know how was it that time. There are no other questions. I think we can close